ഹായ് ഹലോ കൂടൽമാണിക്യം അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. 10 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ ഇവിടെ. ഇത് സ്റ്റാൻഡിലെ പന്തലാണ് കേട്ടോ. ഞാൻ ചുമ്മാ എടുത്തതന്നേ ഉള്ളൂ. നല്ല രസമല്ലേ കാണാനൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് ഇരുന്ന് എടുത്ത്. ഒരുപാടുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ കുറച്ച് നേരം എടുത്തുള്ളൂ. കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് നടന്ന് കഴിയുമ്പോൾ വേറെ പന്തൽ കാണാം. പിന്നെ ഇങ്ങോട്ടേക്കുള്ള വഴി, അമ്പലത്തിലേക്കുള്ള വഴിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അവർ. ഒരുപാട് തെരുവോര കച്ചവടക്കാർ, ജ്യോതിഷം നോക്കാനുള്ള ആൾക്കാർ എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ ഒഴിവാക്കിയെന്ന് തോന്നുന്നു അവിടെ നിന്ന്. പിന്നെ ഇത് അമ്പലക്കുളമാണ് കേട്ടോ. അമ്പലക്കുളത്ത് എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് പണി നടക്കുന്നുണ്ടായിരുന്നു അവിടെ അമ്പലക്കുളത്തിൻ്റെ. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം ആലൊക്കെയാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല, അത്ര രസമാണ്. നല്ല പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ അമ്പലത്തിലോട്ട് വന്നവർക്കറിയാം ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര രസമുള്ള അമ്പലമാണ്. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് നമ്മൾ ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കുറച്ച് സ്പേസല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരുപാട് പേർക്ക് വന്ന് എന്താ പറയുക, നിൽക്കാൻ നല്ല സൗകര്യമുള്ളൊരു അമ്പലമാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങോട്ടൊന്നും ഞാൻ വീഡിയോസൊന്നും എടുക്കണില്ല, ഫോട്ടോ ഒന്നും എടുക്കണില്ല. പിന്നെ നമ്മൾ സൈഡിൽ കൂടെ എന്താ പറയുക, പുറകുവശത്ത് അമ്പലത്തിന് ചുറ്റും നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ആ ഭാഗത്തൊക്കെ പോയിട്ട് ഇപ്പോൾ ആനപ്പൂരമൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാണ് അമ്പലത്തിലോട്ട് പോകാനുള്ള കവാടം കേട്ടോ. നമ്മളങ്ങോട്ട് വീഡിയോസൊന്നും എടുത്തില്ല. ഇപ്പം നമ്മൾ സൈഡിൽ കൂടെ വന്ന് അമ്പലത്തിൻ്റെ ഈ വശത്തൊക്കെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. ഇവിടെയാണ് ആനപ്പൂരം നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ പതുക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ വന്ന ദിവസമൊക്കെ 5 ദിവസം കണ്ട് വന്നു. അപ്പോഴൊക്കെ മഴയുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം മാത്രം കണ്ടാൽ തോന്നുന്നു മഴയില്ലാത്ത. ബാക്കി എല്ലാ ദിവസവും മഴയുണ്ടായിരുന്നു ഇപ്രാവശ്യം. പിന്നെ അതുമാത്രമല്ല, ഒരു ആന പാപ്പാനെ ചവിട്ടി കൊന്നു എന്ന് പറയും ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഈ മതിലിൻ്റെ അപ്പുറത്താട്ടോ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഞാനും മോള് മാത്രമേ ഉള്ളൂ കേട്ടോ. ചേട്ടൻ വന്നിട്ടില്ല. ചേട്ടൻ അവിടെ നിന്ന് വരാൻ കുറച്ച് വൈകും. അപ്പോൾ ഞാനും മോള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാം ആസ്വദിച്ച് കാണാനൊന്നും പറ്റില്ല. കാരണം മോള് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കില്ല, ഓടാണ്. പിന്നെ അവൾക്കാണെങ്കിൽ എക്സിബിഷൻ കാണാനുള്ള തിരക്കായിരുന്നു. പിന്നെ 3 ആനകൾ കൊണ്ട് വലം വയ്ക്കും അമ്പലം. അതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്, പ്രദക്ഷിണം വയ്ക്കണ കാണുന്നത്. പിന്നെ എന്തിട്ടാ, ഭയങ്കര രസമല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ആൾക്കാർക്കൊക്കെ പേടിയുണ്ട് കേട്ടോ. അടുത്തൊന്നും ആരും പോണില്ല ആനകളുടെ അടുത്ത്. കാരണം ഒരു സംഭവം നടന്നുകൊണ്ടായിരിക്കാം. ഈ സമയത്തും അവിടെ ബാക്ക് സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. കച്ചേരിയാണ് തോന്നണം. അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫ്രണ്ട് സ്റ്റേജ്, 2 സ്റ്റേജ് ഉണ്ട് കേട്ടോ ഇവിടെ ആനപ്പൂരം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാടുണ്ടോ, ഇത് ഒരു ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അത്രയും സ്ഥലമുണ്ട് കേട്ടോ അവിടെ ആൾക്കാർക്ക് നിൽക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. ഇത് ബാക്ക് സ്റ്റേജാണ്. അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ മോൾ ആദ്യമായിട്ട് കച്ചേരി നടത്തിയത് ഈ അമ്പലത്തിലാണ്, കൂടൽമാണിക്യം അമ്പലത്തിലാട്ടോ. 5 വയസ്സിൽ. ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ട് ഇവിടെ ഈ അമ്പലത്തിൽ തന്നെ കച്ചേരി നടത്താനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. പിന്നെ ഇങ്ങനെ ആനകൾ ഇങ്ങനെ 3 വട്ടം കൊണ്ട് വലം വയ്ക്കുന്നുണ്ട് കേട്ടോ. മോളാണെങ്കിൽ ഒതുങ്ങി നിൽക്കുമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കിതൊന്നും അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. അമ്പലത്തിൽ തന്നെ ഇത് 3ാമത്തെ വട്ടമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞു തോന്നുന്നു വലം വെച്ചത്. വരുന്ന കാണാനൊക്കെ ഭയങ്കര രസമല്ലേ ശരിക്കും. നെറ്റിപ്പട്ടൊക്കെ കെട്ടി വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ല ആന. കഴിഞ്ഞു. പിന്നെ ഈ ആനപ്പൂരം അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക്
ഇത് കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം മോളാണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു. ആനകളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ ആനപ്പൂരമൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ വരാൻ അങ്ങനെ വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. തുടങ്ങിയിട്ടില്ല ആനപ്പൂരം. ഓരോരുത്തരെ കയറ്റി ഷെഡിലോട്ട് കയറ്റുന്നുണ്ട്. നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ട്. അപ്പോഴത്തേനും മോള് വാശി പിടിക്കും, നമുക്ക് പോവാം, എക്സിബിഷൻ കാണാൻ പോവാം അതായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ ഇങ്ങനെ ചുമ്മാ കുറച്ച് നേരം വീഡിയോ എടുത്തു കേട്ടോ. വീഡിയോ എടുത്തിട്ട് നമുക്ക് അടുത്തൊന്നും വെച്ചെടുക്കാനുള്ള ഒരു ധൈര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് പറ്റൂല കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നടക്കും, നമ്മുടെ കൈയും കാലൊക്കെ തട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. സൈഡിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ അമ്പലത്തിൽ വന്നവർക്കറിയാം, ഇവിടെ ഉള്ളവർക്കറിയാം കേട്ടോ ഈ അമ്പലത്തിനെ കുറിച്ച്. പിന്നെ പുറമേ ഉള്ളവർ വരുമ്പോൾ അറിയാം ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു അമ്പലത്തിനെ കുറിച്ച്. എന്ത് രസമാണെന്നറിയാം. അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വരാൻ തോന്നും. ഭയങ്കര രസമാണ് ഈ അമ്പലം. ഒരുപാട് തോരണങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ എക്സിബിഷനിലോട്ട് പോയി. ഇത് പുറത്തുനിന്നുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. എക്സിബിഷൻ്റെ ഭാഗമായിട്ടെല്ലാം തോന്നും. അപ്പോൾ ഒരു 10 രൂപയ്ക്ക് കമ്മൽ, ഒരു ജോഡി കമ്മൽ, അങ്ങനെ ഒരു രീതിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചേട്ടനാണെങ്കിൽ യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ എന്തിനാ വീഡിയോ എടുക്കുന്നത്, ഞാൻ യൂട്യൂബിലിടാനാന്ന് പറഞ്ഞപ്പോൾ ആളിങ്ങനെ പറയാം, എൻ്റെ ഇതെടുത്തിട്ട് വേഗം വീഡിയോ ഇട്ടോളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇടാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തിരക്കായത് കൊണ്ട് തന്നെ ഇടാൻ പറ്റിയില്ല. പാവം തോന്നിയിട്ട് ഇപ്പോൾ ആലോചിക്ക് വിഷമം തോന്നണം. നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ എക്സിബിഷൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ വന്നു. കുറേയൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരത്തിനേക്കാളും കൂടുതൽ ഞാൻ വിചാരിച്ചു തൃശ്ശൂർ പൂരമായിരിക്കും കൂടുതൽ. ഇപ്പം ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു കൂടൽമണിക്ക് അമ്പലത്തിലാട്ടോ ഒരുപാട് കാര്യങ്ങളുള്ളത്. റൈഡാണെങ്കിലും എല്ലാം കൊണ്ടും. മറ്റേതെന്ന് പറയുമ്പോൾ ഒരു ഷെഡ്, അതിനകത്ത് മാത്രം നമുക്ക് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ. ഇത് കുറച്ച് ഓപ്പണായിട്ടൊക്കെ കിടക്കണതുകൊണ്ടായി നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചൂട് അനുഭവപ്പെടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി സ്ഥലമുണ്ട്, ഒരുപാട് സ്റ്റോളുകളുണ്ട് കേട്ടോ. നമുക്കെല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്തൊക്കെ പോയി വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിക്കണ സമയത്ത് നമ്മൾ പോയി വീഡിയോ എടുത്തുകൊണ്ടിരുന്ന അവർക്കത് ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറച്ച് അകലെ നിന്നിട്ടാണ് എടുക്കണത്. പിന്നെ കുറേയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ കൈയും കാലൊക്കെ തട്ടിട്ടോ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഓരോ വീഡിയോസ് എടുക്കണത്. എല്ലായിടത്തും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പറ്റാവുന്ന അവിടെയൊക്കെ വീഡിയോ എടുത്തുള്ളൂ. ഒരുപാട് സ്റ്റോളുകളുണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ. ഞാൻ എല്ലാം പോയി എടുത്തില്ല, നമുക്ക് എല്ലായിടത്തും കണ്ണെത്തൂലല്ലോ. കണ്ണെത്തി പറഞ്ഞാൽ നമുക്കിങ്ങനെ മതിയാവും കേട്ടോ വീഡിയോ എടുത്തെടുത്തെടുത്ത്. പിന്നെ ആസ്വദിക്കാനും പറ്റൂല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കേട്ടോ അവിടെ നിന്നൊക്കെ. പിന്നെ പണ്ടത്തെ പോലെ അല്ല, ഒരുപാടൊന്നും ഞാൻ മേടിക്കാറില്ല മോൾക്ക്. കാരണം പണ്ടത്തെ പോലെ അല്ല, ഒന്നും ഉപയോഗിക്കണില്ല. ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇടില്ല. അതുകൊണ്ട് തന്നെ അധികം സാധനങ്ങളൊന്നും മേടിക്കാറില്ല. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ഐറ്റംസൊക്കെയാണ് കമ്മലിൻ്റെ ഭാഗത്തൊക്കെ. എനിക്കൊന്ന് ലേഡീസിൻ്റെ തിരക്കുകളാണ് കൂടുതൽ കേട്ടോ. എല്ലായിടത്തും ലേഡീസ് തന്നെയായിരിക്കും കൂടുതലും. ഞാൻ ചുമ്മാ അങ്ങനെ എടുത്തു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഡോഗ് ഷോയാണ്. ഞങ്ങൾ ഡോഗ് ഷോ കാണാൻ പോയിരുന്നു കേട്ടോ. ഡോഗ് ഷോ ആൻഡ് കോമഡി. 3 പട്ടിക്കുട്ടികൾ, 4 എണ്ണം. രസമുണ്ടായിരുന്നു കേട്ടോ. അത് അവസാനം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സാധനം കഴിച്ചു ഞാൻ. എന്തോ അതിൻ്റെ പേരെന്തിട്ടാണ് മറന്നുപോയി.
അത് മരണക്കിണറാണോ അതോ സർക്കസാണോ? സർക്കസ് എന്ന് എഴുതിയേക്കണേ. സാധാരണ ഇവിടെ മരണക്കിണർ ഉണ്ടാവാറ്. പിന്നെ ഈ ജയൻറ്റ് വില്ലിൽ മോളും ചേട്ടനും കൂടി കയറി കേട്ടോ. മോളുടെ എന്താ പറയുക, വാശി കാരണം ചേട്ടനും കൂടി കയറി. ഞാൻ കയറിയില്ല, എനിക്കിഷ്ടമല്ല കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഈ വഞ്ചി, ഇതിനകത്തൊന്നും ഞാൻ കയറില്ല. ഒരു വട്ടമൊക്കെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മതിയായി, വലിയ താല്പര്യമില്ല കേട്ടോ. ഒരുപാട് റൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ പൂരത്തിനേക്കാളും കൂടുതൽ റൈഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. അവിടെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, 4-5 ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരുപാടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകൾ. ട്രാപ്ലിങ്ങിലൊക്കെ മുകളിൽ കയറി കേട്ടോ. ഒരുപാട് കുറേയൊന്നും ഞാൻ റൈഡൊന്നും വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നു, വിട്ടുപോയതാണോ എന്തോ. പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഗോസ്റ്റ് ഹൗസ്. മോൾക്കാണെങ്കിൽ ഇവിടെ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല, സമ്മതിച്ചില്ല കേട്ടോ. എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്തിനാ കാശ് കൊടുത്ത് പോയിട്ട് നമ്മൾ പേടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ. അത് നല്ലതായിരുന്നു കേട്ടോ. ഒന്നും മേടിക്കാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം അതുപോലെ നോക്കണം ഇവരെ. ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നോട്ടവും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ അവരെ നശിപ്പിക്കണം എന്തിനാന്ന് ചോദിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയൊന്നുമില്ല കേട്ടോ. മുമ്പൊക്കെ മേടിക്കുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒന്നും മേടിക്കാറില്ല കേട്ടോ. ഞാൻ ആലോചിക്കണം, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യില്ല, ഇതൊക്കെ എടുത്ത് മാറ്റണ്ടേ, എന്തോരം ബുദ്ധിമുട്ടാണ് അവർക്ക് അത്. എനിക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ കച്ചവടക്കാർക്കായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ട്. എനിക്ക് മുകളിൽ ഷീറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ശ്രദ്ധിച്ചിട്ടില്ല. കുറേയൊക്കെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ അവർ വയ്ക്കുന്നത് തന്നെ. പക്ഷെ ഇപ്രാവശ്യമാണെന്ന് തോന്നുന്നു നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ പോയ ദിവസങ്ങളിലൊക്കെ മഴ. പിന്നെ ഞങ്ങൾ ഓരോ സ്റ്റോളുകളിൽ കയറിയിരിക്കുക, അല്ലെങ്കിൽ അമ്പലത്തിൽ പൂരം നടക്കണ ആ ഷെഡിലൊക്കെ കയറി നിന്നു. കുറേ നേരം മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട് അതിനകത്ത്, മഴ കുറയാൻ വേണ്ടി. ആ ഭാഗത്തോട്ടൊന്നും പോയില്ല കേട്ടോ. എനിക്ക് പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിക്കാൻ. ഇപ്പം എന്താണോ അതൊന്നും എനിക്കിഷ്ടമല്ല, കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു തോന്നുന്നു. നമ്മൾ കണ്ടു കഴിയുമ്പോൾ എല്ലാം കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നുവേ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഇവിടെയൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, കാശ് കൈ വെച്ചിട്ട് വേണം പോകാൻ, പ്രത്യേകിച്ച് കുട്ടികളുള്ള സ്ഥലത്ത് കേട്ടോ. കുട്ടികളൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. നമ്മൾ ഈ സ്കൂൾ വർക്കുമല്ലേ, എൻ്റെ മോളിത് കണ്ടു കഴിഞ്ഞാൽ പൊന്നോ ഈ വീടിനകത്ത് എന്തോരം സാധനങ്ങളുള്ളതെന്ന് അറിയില്ല. അത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട, പിന്നെ വേറെ കാണുമ്പോൾ അതും മതി. അങ്ങനെ എന്താ പുതിയതിലോട്ട് അങ്ങോട്ട് മാറി പോകും കേട്ടോ. ഇത് മലബാർ മേളയാണ്, ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇതൊരു ഷെഡ് പോലെ കെട്ടിയിട്ട് ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് ഞാൻ സാധനം മേടിച്ചു. ഇവിടെ നിന്ന് മേടിച്ചു കേട്ടോ. രസമായിരുന്നു കാണാനൊക്കെ. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്കൊന്നും കുഴപ്പമില്ല. റേറ്റൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. എല്ലാത്തിനും റേറ്റൊക്കെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുക തോന്നുന്നു. ഇവർ വാടക കൊടുക്കണം വേണ്ടിയാന്ന് തോന്നുന്നു. നല്ല റേറ്റിൽ തന്നെ വിൽക്കണം കേട്ടോ എല്ലാം അത്യാവശ്യം. ഈ മാലകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മോളത് മേടിച്ചതെന്ന് ഞാൻ മേടിച്ച് കൊടുത്തില്ല. കാരണം എന്താണെന്നറിയോ, ഒരു ദിവസം അത് അതിൻ്റെ ലോക്കറ്റ് എങ്ങനെയെങ്കിലും വലിച്ച് പൊട്ടിക്കും. ഒരു പ്രാവശ്യം ഇട്ട് എനിക്കറിയില്ല ആ ലോക്കറ്റ് പൊട്ടിച്ച് അതിനകത്ത് അങ്ങനെ നിധി ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാനോന്ന് എനിക്കറിയില്ല. ലോക്കറ്റ് വലിച്ച് പൊട്ടിക്കുക, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ള, അപ്പോൾ അതിൻ്റെയൊക്കെ പരിപ്പെടുക്കുന്നത് എനിക്കറിയില്ല. ഒന്നും സൂക്ഷിക്കില്ല, അതൊക്കെ പൊട്ടിച്ചെടുത്ത് കളിക്കാനെടുക്കുക. അതുകൊണ്ട് തന്നെ ഒന്നും മേടിച്ചു കൊടുത്തില്ല, വെറുതെ ഒരു ദിവസത്തിന് വേണ്ടിയാന്ന് പറഞ്ഞിട്ട് പിന്നെ
നമ്മൾ മേടിച്ചു, വലിയൊരു ബോൾ മേടിച്ചിട്ട് ഒരു ദിവസം എന്താ പറയുക 24 മണിക്കൂർ കഷ്ടി അവളുടെ കയ്യിൽ നിന്നില്ല കേട്ടോ. അത് ഇന്ന് രാത്രി മേടിച്ച് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേന് ആ ബോൾ പൊട്ടിച്ച് കളഞ്ഞു. എനിക്കറിയായിരുന്നു അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നിന്ന് ഒരു ബാഗ് മേടിച്ചു. ഇവിടെ നല്ല ഇങ്ങനെ ഒരു സ്റ്റോളിൽ നിന്ന് ഒരു ബാഗ് മേടിച്ചു. നല്ല ബാഗായിരുന്നു കേട്ടോ. അന്ന് 200 രൂപ ഉള്ളായിരുന്നു, ഇപ്പോൾ 250 രൂപയായെന്ന് തോന്നുന്നു. നല്ല ബാഗായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ ബാഗ് ഇവിടെ ഉണ്ട്. നമ്മളിതൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും എന്താ പറയുക, കുറച്ച് പരിമിതികളുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചുമ്മാ എടുത്തു പോകണമെന്നുള്ളൂ കേട്ടോ. മുഴുവനായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ എന്ന് ഓർത്തിട്ട്. എന്നാലും എന്താ പറയുക, ഞാൻ വിചാരിക്കും എൻ്റെ ഒരു ഗട്ട്സ് ഇതൊക്കെ എടുക്കാൻ. ചിലർ ചീത്ത പറയും കേട്ടോ, നിങ്ങൾ വീഡിയോ എടുക്കാണ്ട് സാധനം മേടിക്കുമെന്ന് പറയും. അത് അവർ പറയണ കാര്യമാണല്ലോ. നമ്മൾ ചുമ്മാ വീഡിയോ എടുക്കല്ലോ, അവർക്ക് അവരുടെ കച്ചവടം നോക്കണ്ടേ. ഞാനങ്ങനെ ചെയ്തുകൊണ്ട് ഒരു കണ്ടൻറ്റിന് വേണ്ടി ഇതെടുക്കുന്നു. പക്ഷെ അവർക്കും അവരുടെ കച്ചവടം നോക്കണ്ടേ അങ്ങനെ. പക്ഷെ ചിലരൊന്നും കുഴപ്പമില്ല കേട്ടോ. ചിലർ വീഡിയോ എടുക്കട്ടെ ചെയ്യുമ്പോൾ വീഡിയോ എടുത്തോളൂ എന്ന് പറയും. പ്രത്യേകിച്ച് പയ്യന്മാരൊക്കെ ആട്ടോ, ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ അതിനെന്താ ചേച്ചി എടുത്തോ, എൻ്റെ എടുത്തോ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര സെറ്റായിട്ട് അവർ സംസാരിക്കും കേട്ടോ. കുറച്ച് വയസ്സായവർക്ക് കുറച്ച് ദേഷ്യം കൂടുതലായിരിക്കും കേട്ടോ. അവർക്ക് നമുക്ക് വീഡിയോ എടുക്കണമെന്ന് അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. കുറേ ബുക്സും കാര്യങ്ങളും ചുമ്മാ ഞാൻ നോക്കണം കണ്ടാൽ വിചാരിക്കും ഞാനിപ്പോൾ ഇതൊക്കെ മേടിച്ച് വായിക്കുന്നു. ഞാൻ ഒരു ബുക്ക് പോലും വായിക്കില്ല കേട്ടോ. എന്താ പറയുക, ഒരു പേജ് പോലും വായിക്കാൻ മടിയുള്ള കൂട്ടത്തിലാട്ടോ. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മോൾക്ക് ഡ്രസ്സ് മേടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട്, ഭയങ്കര സെലക്ഷനായിരുന്നു. ഒരു ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ടോപ്പും കാര്യങ്ങളും കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഇട്ടേക്കണ കാണുമ്പോൾ അതിലൊന്നും തോന്നില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് പെൺകുട്ടികളൊക്കെ മേടിച്ചു, ഞാനും മേടിച്ചു കേട്ടോ. എനിക്ക് ഈ ഗ്ലാസ്സുകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പം ഞാൻ വീട്ടിലാണെങ്കിൽ ഒരുപാട് ഗ്ലാസ്സുകളുണ്ട്, ആവശ്യമില്ലാത്ത കുറേ ഗ്ലാസ്സുകൾ. പിന്നെ ഈ സ്റ്റീൽ പാത്രങ്ങൾ, എൻ്റെ മോള് പറയാം, അയ്യേ അമ്മയുടെ സ്റ്റീൽ പാത്രമൊക്കെ എന്തിട്ടാ, ഇവിടെ വന്ന് നോക്കി എന്ത് രസമായി സ്റ്റീൽ പാത്രങ്ങളൊക്കെ. ഇങ്ങനെ ഒരുപാട് കാണുമ്പോൾ ഒരു ഭംഗി. എൻ്റെ സ്റ്റീൽ പാത്രങ്ങളോട് അവൾക്ക് വലിയ ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. ഇവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഞാൻ എന്തോരം സാധനങ്ങൾ മേടിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ ഈ കൂടൽമാണിക്യമ്പലത്തിലെ ഉത്സവത്തിന്. കൂടുതൽ അടുക്കളയിലെ സാധനങ്ങളും മോൾക്കുള്ള സാധനങ്ങളും മാത്രമായിട്ടോ. എനിക്കും ചേട്ടന് വേണ്ടി ഞങ്ങളധികം ഒന്നും മേടിക്കാറില്ല. ചേട്ടന് വേണ്ടി ഒട്ടും മേടിക്കാറില്ല കേട്ടോ. ചേട്ടൻ ഒന്നും മേടിക്കാൻ സമ്മതിക്കില്ല. ചേട്ടന് വേണ്ടി എന്തെങ്കിലും മേടിക്കാൻ ആൾ സമ്മതിക്കാറില്ല. പിന്നെ മോൾക്കാണ് കൂടുതലെല്ലാം മേടിച്ചു കൊടുക്കാറ് കേട്ടോ ചേട്ടൻ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നുമല്ലേ. എന്തെങ്കിലുമൊക്കെ മേടിക്കാണ്ട് പോകാത്ത ആൾക്കാരുണ്ടാവില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൗതുകമാണ്, മേടിക്കണം എന്ന് തോന്നി. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഈ ഗെയിം കാര്യങ്ങളിലോട്ടൊക്കെ പോയിട്ട് ഞാൻ ഈ ഭാഗം മാത്രം കാണിച്ചിട്ടു. അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഗെയിമൊക്കെ. ഒരു കുഞ്ഞു ബോളല്ല, ഒരു വെയിറ്റ് ഇല്ല, എന്നിട്ട് ഒരു 5 ഗ്ലാസ് നിരത്തി വെച്ചിട്ടുണ്ട്. അത് തട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഗിഫ്റ്റ് തരും. ഒരു 30 രൂപയാണ് കേട്ടോ. അത് എത്ര കുട്ടികൾ എറിഞ്ഞ് ആർക്കും അത് തട്ടിയിടാൻ പറ്റിയിട്ടില്ല കേട്ടോ. എനിക്കൊന്ന് വെറും ഒരു ഡയപ്പാന്ന് തോന്നുന്നു. കാരണം ബോളിന് ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു കേട്ടോ. കുറേ ഗെയിം ഉണ്ടായിരുന്നു. ഞാൻ അധികം ഞാൻ വീഡിയോ എടുത്ത് എവിടെ പോയെന്ന് അറിയില്ല. പകുതി വീഡിയോ കാണാനില്ല. കുറേ റൈഡുകളുടെ വീഡിയോ ഒന്നും കാണാനില്ല. ഇപ്പോൾ ഞങ്ങൾ ചേട്ടനെയും വെയിറ്റ് ചെയ്ത് നിൽക്കണ സീനാട്ടോ. കാരണം ചേട്ടൻ അവിടെ നിന്ന് വരുമെന്ന് പറയും. പക്ഷെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നുകൊണ്ട് മോൾക്ക് അങ്ങോട്ട് മടുപ്പായി. അവൾക്ക് റൈഡിലും കാര്യങ്ങളൊക്കെ കയറണം പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഡോഗ് ഷോ കാണാനായിട്ടാണ് വന്നേക്കണത്. 3 പട്ടികളും ഒരു ബ്ലാക്ക് പട്ടിയും ഉണ്ടാവും. ഇവരുടെ ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഏറ്റവും എനിക്കിഷ്ടമായത് ബ്ലാക്കിനെയാട്ടോ. ഇവർ പക്ഷേ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണ രസമുണ്ട് കേട്ടോ. കുറേ പിടിച്ച് ട്രെയിനിങ് കൊടുത്തായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാനുണ്ടായിരുന്നത് ബ്ലാക്കിക്കാട്ടോ. പക്ഷേ ഇത് നമ്മൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ബ്ലാക്കിയുടെ
ബുദ്ധിയിട്ട ഇത് നമ്മളിതിങ്ങനെ കാണുമ്പോൾ അതൊരു എന്താ പറയുക ഒരു ഭംഗിയല്ല ഇവർ ഇങ്ങനെ വരുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ ഇത്രയൊക്കെ ഉള്ളൂ. 2-3 പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബ്ലാക്കി അങ്ങനെയല്ല കേട്ടോ, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതിന് പാവം തോന്നി കേട്ടോ. ബ്ലാക്കി അത് പേടിച്ച് ചെയ്യണ പോലെയൊക്കെ എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു. വന്ന് കണ്ടവർക്ക് അറിയാം കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. എനിക്കിഷ്ടമായി. നല്ല ബുദ്ധിയുള്ള പട്ടിയാട്ടോ. ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ആളാരാന്ന് ചോദിക്കുമ്പോൾ അവരെ കാണിച്ചു കൊടുക്കും. ഏറ്റവും സുന്ദരിയായ കുട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അവരെ കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഒരാളുടെ ഫോൺ മാറ്റിയിട്ട് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അതും കാണിച്ചു കൊടുക്കും. അത് ആരുടെ കയ്യിലും ഫോൺ അത് കാണിച്ചു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ എന്താ പറയുക, പണി ചെയ്യാൻ മടിയുള്ള കുട്ടിയെ, അടുക്കള പണിയൊക്കെ ചെയ്യാൻ മടിയുള്ള ആരാന്ന് വെച്ചാൽ അതും കാണിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ നല്ല കുറേ കാര്യങ്ങളൊക്കെ. നല്ല മിടുക്കനാട്ടോ ബ്ലാക്കി. പക്ഷേ അതിനെന്താ വാലില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. വാല് നിങ്ങൾ ശ്രദ്ധിച്ചോ? വാലില്ലെന്നേ, ഒരു ചെറിയൊരു കഷ്ണം മാത്രം പുറകിൽ. അതാണ് ശ്രദ്ധിക്കേണ്ട. ആളിങ്ങനെ ഓടിപ്പിക്കണം കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.